ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും അൾജിബ്ര ലൈവിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ SSLC 2026 പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പോളിനോമിയൽ അല്ലെങ്കിൽ ബഹുപദങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള SCRT മോഡൽ ക്വസ്റ്റ്യൻസിൽ നിന്നുള്ള ചില ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യ ചോദ്യം ഇതാണ്: ഇഫ് എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 8 ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി, ദെൻ എ പ്ലസ് ബി ഈക്വൽ ടു ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി -6, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി -8. മലയാളം മീഡിയം ചോദ്യം. എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 8 എന്താണ്? എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആണെങ്കിൽ എ പ്ലസ് ബി എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആണെങ്കിൽ എ പ്ലസ് ബി വരിക ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. നിങ്ങൾക്കറിയാം എ പ്ലസ് ബി പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്. ഇവിടെ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആണെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ -6 അല്ലേ? -6 ആണെങ്കിൽ എ പ്ലസ് ബി എന്താ വരിക? +6 ആണ്. ഓക്കെ, എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്നാണ് എടുക്കുന്നതെങ്കിൽ എ പ്ലസ് ബി എന്തിന് തുല്യമായിരിക്കും? എക്സിന്റെ ഗുണകം കൂടെ എത്രയാണ്? -6 ആണ്. -6ന്റെ എതിർ ചിഹ്നം എന്താ? +6. എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എടുത്താൽ എ പ്ലസ് ബി, ഇവിടെ -6 ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? +6 കൊടുക്കണം. അപ്പൊ ശരിയായിട്ടുള്ള ആൻസർ എന്താണ്? എ പ്ലസ് ബി ഈക്വൽ ടു +6 ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നതെങ്കിലോ, എക്സ് സ്ക്വയർ -6 പ്ലസ് 8 ഈക്വൽ ടു എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്നാണ് വരുന്നതെങ്കിൽ മലയാളം വീട് നോക്കൂ. എക്സ് സ്ക്വയർ -6x പ്ലസ് 8 സമം എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്നാണ് വരുന്നതെങ്കിൽ എ പ്ലസ് ബി എന്ത് വരും? എ പ്ലസ് ബി വരിക -6 ആണ്. ഇതിന്റെ ആൻസർ എന്താ വരിക? -6. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി -6 ആയിരിക്കും. ഇവിടെ എക്സ് പ്ലസ് എ എക്സ് പ്ലസ് ബി എന്നാണെങ്കിൽ എ പ്ലസ് ബി എഴുതുമ്പോൾ അതേ ചിഹ്നം കൊടുക്കണം. എക്സ് മൈനസ് എ എക്സ് മൈനസ് ബി ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കൊടുക്കണം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. ഇവിടെ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്നാണുള്ളതെങ്കിൽ എ പ്ലസ് ബി +6ഉം, എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്നാണുള്ളതെങ്കിൽ എ പ്ലസ് ബി എന്താണ്? -6 തന്നെയാണ്. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിവേഴ്സ് ചെയ്ത് കണ്ടാൽ മതി. അടുത്തൊരു SCRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദ എക്സ് കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ്സ് വേർ ഗ്രാഫ് ഓഫ് ദ പോളിനോമിയൽ p of x equal to x square minus 6x plus 8, cut the x-axis. Option A 2,4, B 4,6, C -2,8, D -2, -4. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ ഇതാണ്: P of x സമം x സ്ക്വയർ മൈനസ് 6x പ്ലസ് 8 എന്ന ബഹുപദത്തിന്റെ ചിത്രം. എക്സ് അക്ഷത്തെ മുറിച്ച് കടക്കുന്ന ബിന്ദുക്കൾ ഏത് എന്നുള്ളതാണ് ചോദ്യം. എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് 2, 4, 4, 6, -2, 8, -2, -4. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതെങ്ങനെ ചെയ്യും? നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്: എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 8 ഈക്വൽ ടു 0 കൊടുക്കുക. എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 8 ഈക്വൽ ടു 0. ഇതിന് 2 ഒന്നാം കൃതിയാക്കി മാറ്റിയത്, 2 ഫസ്റ്റ് ഡിഗ്രി ആക്കണം. അപ്പൊ അതിന് ഒന്ന് എക്സ് പ്ലസ് എ എന്നും ഒന്ന് എക്സ് പ്ലസ് ബി എന്നും കൊടുക്കും അല്ലെ, ഈക്വൽ ടു 0. ഇതിനെ 2 ഫസ്റ്റ് ഡിഗ്രി ആക്കി എക്സ് പ്ലസ് എ എക്സ് പ്ലസ് ബി 2 ഒന്നാം കൃതിയാക്കി മാറ്റും. അങ്ങനെ മാറ്റിയാൽ നിങ്ങൾക്ക് അറിയാം എ പ്ലസ് ബി ഈക്വൽ ടു എത്ര എഴുതാം? എ പ്ലസ് ബി ഈക്വൽ ടു -6 എന്ന് എഴുതാം. പഠിച്ചതാണ് നമ്മൾ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എ പ്ലസ് ബി എത്രയാണ്? -6. എ ബി എത്രയാണ്? 8. എ പ്ലസ് ബി -6 ആണ്, എ ബി എത്രയാണ്? 8 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 നമ്പറുകൾ നമ്മൾ കണ്ടുപിടിക്കുക. 2 നമ്പർ കൂട്ടുമ്പോൾ -6, ആഡ് ചെയ്യുമ്പോൾ -6, അത് ഇൻറ്റു ചെയ്താൽ ഗുണിച്ചാൽ എത്ര കിട്ടണം? 8.
ഏതൊക്കെ രണ്ട് നമ്പറുകളാണ് കൂട്ടുമ്പോൾ -6ഉം ആ രണ്ട് നമ്പറുകൾ ഗുണിക്കുമ്പോൾ 8ഉം കിട്ടുക? നോക്കാം നമുക്ക്. എയും ബിയും ആണ് രണ്ട് നമ്പർ. എ പ്ലസ് ബി മൈനസ് ആണ്, എ ബി പ്ലസ് ആണ്. എ പ്ലസ് ബി മൈനസ് ആണ്, എ ബി പ്ലസ് ആണെങ്കിൽ രണ്ട് നമ്പറും മൈനസ് ആയിരിക്കും. കാരണം മൈനസ് ഇൻറ്റു മൈനസ് ചെയ്താൽ എന്ത് കിട്ടുള്ളൂ? പ്ലസ് കിട്ടുള്ളൂ. അപ്പോൾ രണ്ട് സംഖ്യകളും ഇനി എന്തായിരിക്കും? മൈനസ്. ഇവിടെ മൈനസ് വരണമെങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യ, വലിയ സംഖ്യ മൈനസ് ആവണം, അല്ലെങ്കിൽ രണ്ട് സംഖ്യയും മൈനസ് ആവണം. ഇത് പ്ലസ് ആയതുകൊണ്ട് രണ്ട് നമ്പറും എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 6ഉം ഗുണിക്കുമ്പോൾ 8ഉം കിട്ടുന്ന രണ്ട് സംഖ്യ നിങ്ങൾക്ക് അറിയാം. അത് 2ഉം 4ഉമാണ്. 2ഉം 4ഉം കൂട്ടിയാൽ 6, 2ഉം 4ഉം ഗുണിച്ചാൽ 8. അപ്പോൾ ഇതിനെങ്ങനെ മാറ്റി എഴുതാം? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 4 ഈക്വൾ ടു 0. എക്ക് -2 കൊടുത്താൽ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 4 ഈക്വൾ ടു 0. അപ്പോൾ എക്സിൻ്റെ വില കിട്ടുക ഇവിടെ -2 ആണെങ്കിൽ +2, -4 ആയതുകൊണ്ട് +4. ഇപ്പോൾ 2,4 ഓപ്ഷൻ വരുന്ന എ ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്യുക? ചെയ്തു നോക്കാം. ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. SLC എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ശരിക്ക് ശ്രദ്ധിച്ചിരിക്കുക. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് where the graph 3x² plus 2x minus 5 intersect the x-axis? 3x² plus 2x minus 5 എന്ന ബഹുപദ ചിത്രം എക്സ് അക്ഷത്തെ മുറിച്ച് കടക്കുന്ന ബിന്ദുക്കളാണ് ചോദിച്ചിട്ടുള്ളത്. ഉറപ്പായിട്ടും ചെയ്ത് പഠിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നു നോക്കാം. ആൻസറിലേക്ക് നോക്കാം. ബഹുപദം ഇതാണ്, രണ്ടാംകൃതി ബഹുപദം അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്താണുള്ളത്? 3x² plus 2x minus 5. ഇത് എക്സ് ആക്സിസിനെ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ചോദിച്ചത്. അപ്പോൾ ബഹുപദ ചിത്രം 9 പഠിച്ചതാണ്. ഇത് രണ്ട് പോയിന്റിൽ എക്സ് ആക്സിനെ ഇന്റർസെക്റ്റ് ചെയ്യും. ആ രണ്ട് പോയിന്റിന്റെയും കോർഡിനേറ്റ്സ് സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നോക്കാം. അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബഹുപദം ഈക്വൾ ടു എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. നിങ്ങൾക്കറിയാം എക്സ് അക്ഷത്തെ കട്ട് ചെയ്യുക, എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുക, എക്സ് അക്ഷത്തെ മുറിച്ച് കിടക്കുക എന്ന് പറയുമ്പോൾ y എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈക്വൾ ടു 0. അപ്പോൾ ഇത് നമ്മൾ 3x² plus 2x minus 5 ഈക്വൾ ടു 0 കൊടുത്തു. ഇനി നമ്മൾ എക്സ് കണ്ടുപിടിച്ചാൽ മതി. എക്സ് കാണാൻ നമുക്കറിയാം ഇക്വേഷൻ എക്സ് ഈക്വൾ ടു -b പ്ലസ് ഓർ മൈനസ് √b² minus 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a. ഇതാണ് എക്സ് കാണാനുള്ള ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് സോൾവ് ചെയ്യൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് എ എഴുതണം. എ ഈക്വൾ ടു നമുക്കറിയാം x² കോഎഫിഷ്യന്റ് 3 ആണ്. ബി എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യന്റ് 2 ആണ്. സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേം -5 ആണ്. ആദ്യം തന്നെ നമുക്ക് b² minus 4ac റൂട്ടിനകത്ത് കിടക്കുന്ന b² minus 4ac എന്ന് സെപ്പറേറ്റ് കാണാം. b² minus 4ac. അപ്പോൾ ബി എത്രയാണ്? 2² minus 4 ഇൻറ്റു എ എത്രയാണ്? 3 ഇൻറ്റു സി എന്താണ്? -5. ഇപ്പം 2² അല്ലേ? 2² എന്ന് പറഞ്ഞാൽ 4 മൈനസ് ഇൻറ്റു മൈനസ് നോക്കൂ. മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആവും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. ഇനി നമ്പർ ഇൻറ്റു ചെയ്യാം. 4 ഇൻറ്റു 3 4 ഇൻറ്റു 3 12, 12 ഇൻറ്റു 5 60. അപ്പോൾ b² minus 4ac കിട്ടി 64. 4 + 60 64. ഇനി എക്സിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഈക്വൾ ടു -b കണ്ട -b b 2 അല്ലേ? -2 പ്ലസ് ഓർ മൈനസ് √b² minus 4ac ഇതാ. b² minus 4ac എത്രയാണ്? 64 ഓൾ ഡിവൈഡ് ബൈ 2a എന്നാണ് 2a. ഇപ്പോൾ 2 ഇൻറ്റു എ എത്രയാണ്? 3. നോക്കൂ. -2 പ്ലസ് ഓർ മൈനസ് √64 എത്രയാടാ? √64
8 ബൈ 2 ഇൻറ്റു 3 എത്രയാണ് 6. ഇനി നമ്മൾ എക്സിന്റെ വാല്യൂ സെപ്പറേറ്റ് കൊടുക്കുകയാണെന്ന് നോക്കിക്കോ. എക്സ് ഈക്വൽ ടു -2 പ്ലസ് 8 ബൈ 6. ആദ്യം പ്ലസ് കൊടുത്തു. -2 പ്ലസ് 8 ബൈ 6. അപ്പൊ നോക്കൂ, 8ൽ നിന്ന് 2 കുറച്ചാൽ 6 അല്ലേ. മൈനസും പ്ലസും ആണ്. വലുതിൽ നിന്ന് ചെറുത് കുറക്കുക. 8ൽ നിന്ന് 2 കുറച്ചാൽ 6 ബൈ 6. 6 ബൈ 6 എത്രയാടാ 1. അല്ലെങ്കിൽ മൈനസ് കൊടുക്കാം. -2 -8 ബൈ 6. നോക്കൂ, -2 -8 ബൈ 6. -2 -8 എത്രയാണ് -10 ബൈ 6. -2 -8 -10 ബൈ 6. അപ്പോൾ 2 കൊണ്ട് വെട്ടിക്കളയാം അല്ലേ. 2 മൾട്ടിപ്പിൾ അല്ലേ. അപ്പോൾ -5. 2 കൊണ്ട് വെട്ടിയാൽ -5. താഴെ 2 കൊണ്ട് വെട്ടിയാൽ 3. അപ്പോൾ എക്സിന് നമുക്ക് 2 വാല്യൂ കിട്ടിയത്, 1 കിട്ടി, -5/3 കിട്ടി. അപ്പോൾ ഇത് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്, 2 പോയിന്റിൽ കട്ട് ചെയ്യുമല്ലോ. എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ലാസ്റ്റ് എഴുതണം. x1 ആണ്, ഒരു എക്സ് കിട്ടിയത് 1 ആണ്. അപ്പോൾ 1,0. ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ ഒരു പോയിന്റ് 1,0. അടുത്ത പോയിന്റ് -5/3,0. ഇതാണ് ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ്. പ്രശ്നമില്ലാന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് എക്സിന്റെ 2 വാല്യൂ കണ്ടുപിടിക്കുക. ഒരെണ്ണം 1, ഒരെണ്ണം -5/3 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് എക്സ് ആക്സിസിനെ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഒന്ന് 1,0, അടുത്തൊന്ന് -5/3,0. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ചെയ്ത് പഠിക്കണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.